ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. നമുക്ക് ആന്തൂറിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 4 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 4 പ്ലാന്റ്സിന് കൂടെ നമ്മൾ 1000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ചെടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നോക്കൂ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെല്ലാം ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സും കൂടാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലവർ ഞാൻ 4 ചെടിയുടെയും ഫ്ലവറോട് കൂടിയ ഒരു ഫോട്ടോ ഞാൻ ഇടാം. നിങ്ങൾ നോക്കൂ, നല്ല ചുവന്ന കളറിലുള്ള പൂവാണിത്. ഇത് നല്ല ഭംഗിയുള്ള തിളക്കമാർന്ന ഒരു കളറാണ്. നല്ല ഭംഗിയല്ലേ ഈ പൂവ് കാണാനായിട്ട്. അടുത്തത് ഈ ചെടിയാണ്. ഇതിൻ്റെ പൂവ് കണ്ടോ, ചുവപ്പും അതിനകത്തൂടെ നല്ല വെള്ള കളറൂടെ ചേർന്നിട്ടുള്ള ഒരു തരം. ഇതും നല്ല ഭംഗിയുള്ളൊരു പൂവ് തന്നെയാണ്. നോക്കൂ, നടുക്കൂടെ ഒരു മജന്ത കളറും ചുവപ്പും ഒക്കെ പച്ചയും എല്ലാം ചേർന്ന് കിടക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ പൂവ്. ഇത് നല്ല വെള്ള കളറിലുള്ള പൂക്കളാണ്. ഇതും നല്ല ഭംഗിയുള്ള പച്ച ഇലയിൽ വെള്ള പൂക്കൾ നല്ല ഭംഗിയായിരിക്കും. ഈ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ. ഈ ചെടി വാങ്ങി നടുമ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാകുകയും നമുക്ക് ഒരുപാട് ചെടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. അങ്ങനെ നമുക്ക് ഓരോ കളറിലെ പൂവുള്ള ചെടി പല തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ ഈ ആന്തൂറിയം ചെടികൾ? ഇത് വളർത്താൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അധികം സൂര്യപ്രകാശം വേണ്ട, വെളിച്ചമുള്ള ഷെയ്ഡ് ഏരിയയിൽ വെച്ചാൽ മതി. മിതമായ അളവിൽ നമ്മൾ വെള്ളം കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഒരിക്കൽ പൂവിട്ടാൽ ആ പൂവ് ദിവസങ്ങളോളം ആ ചെടിയിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ചെടിയുടെ വളപ്രയോഗം എന്ന് പറയുന്നത് ജൈവവളം ഇതിന് നല്ല ഒരു വളം തന്നെയാണ്. കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ് എല്ലാം ഇത് ജൈവവളമായിട്ട് നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രാസവളവും ഈ ചെടിക്ക് ഉപയോഗിക്കാം. അത് നല്ല വെള്ളത്തിൽ കലക്കി മാത്രമേ അത് ഉപയോഗിക്കാവൂ. NPK 20-20-20 ഈ വളം ഏറ്റവും നല്ലതാണ് ആന്തൂറിയത്തിന്. അത് നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. മിതമായ വളം ചെടിയെ നല്ലതുപോലെ വളർത്തുകയൊക്കെ ചെയ്യും. പൂക്കാലത്ത് മാത്രമേ വളം കൊടുക്കാവൂ, പൂ പിടിക്കുന്ന സമയത്ത് മാത്രം. ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് കൃത്യമായ ഡ്രൈനേജ് ഉള്ള ലൂസ് പോട്ടിംഗ് മിക്സറാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അതായത് കൊക്കോ പിറ്റ്, പെർലൈറ്റ്, കമ്പോസ്റ്റ് ചേർന്ന മിശ്രിതം ഇതിന് മികച്ച ഒരു പോട്ടിംഗ് മിക്സർ തന്നെയാണ്. ആന്തൂറിയം ചെടി എപ്പോഴും ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അത് നല്ല തണുപ്പുള്ള ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് വളരുകയും നിറച്ച് പൂവിടുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു കാര്യം, ആന്തൂറിയം ചെടിക്ക് ജൈവവളം ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ചെടിക്ക് കൂടുതൽ ആരോഗ്യപ്രദവും നല്ല ഒരു സുരക്ഷാ കവചവും കൂടിയാണ്. അതുകൊണ്ട് കുറേ കാലം പൂക്കളോടുകൂടി ചെടി നിലനിർത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഒരിക്കലും അധികം വളം നമ്മൾ ഉപയോഗിക്കരുത്. വളം ചേർക്കുമ്പോൾ മണ്ണ് ചെറുതായി ഇളക്കിയതിന് ശേഷം മാത്രം വളം ചേർക്കുക. വളം കൊടുത്ത ശേഷം ജലം കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ആന്തൂറിയം ചെടി ഒരു ട്രോപ്പിക്കൽ ചെടിയാണല്ലോ. അതിൻ്റെ കട്ടിയുള്ള മിനുക്കമുള്ള പൂക്കളാണ് ഈ ചെടിയുടെ പ്രശസ്തി നേടിക്കൊടുക്കുന്നത്. മിക്കവാറും ചുവപ്പ് നിറത്തിൽ പൂക്കൾ കാണുമ്പോഴും വൈറ്റ് മുതലായ ചില കളറുകളിലും ഈ ആന്തൂറിയത്തിൻ്റെ പൂക്കൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും സുഖമല്ലേ? താങ്ക് യു.